എന്നല്ല ഈവനിങ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും പുറത്ത് കോഴ്സ് എല്ലാവരെയും കാണാമല്ലോ. അങ്ങനെ 6 മണി ആയത് സ്റ്റഡിയിൽ ഞാൻ ഇറങ്ങി. ഹായ് ഗൈസ്. ഞാനങ്ങനെ അധികം ഇങ്ങനത്തെ എനിക്കങ്ങനെ എക്സ്പ്രഷൻ ഒന്നും വരൂല. പക്ഷേ ഇത് ശരിക്കും കരയായിരുന്നു കുറച്ച്. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഫുൾ ഡേ ഒന്നുമല്ല, ഈവനിങ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും പുറത്തോട്ട് പോകുന്ന പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് യൂഷ്വലി നമുക്ക് ഓഫീസിൽ പോകണമല്ലോ. അപ്പം മോർണിംഗ് ഞങ്ങൾ റെഡിയായി ഓഫീസിലോട്ട് പോയി. ഓഫീസിലോട്ട് പോകുന്നതേ ഉള്ളൂ. ബട്ട് എങ്ങനെയെങ്കിലും 6 മണി ആയിരുന്നെങ്കിൽ എന്നാണ് ഫസ്റ്റ് പഞ്ച് ചെയ്യുമ്പോഴേ മനസ്സിലുള്ളത്. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമായിരിക്കും. പക്ഷേ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ഇതേനാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടൊരു ആശ്വാസം ഉണ്ട്. എന്നാലും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. 6 മണി ആയിരുന്നെങ്കിൽ ബിക്കോസ് എല്ലാവരെയും കാണാമല്ലോ. അങ്ങനെ 6 മണി ആയത് സ്റ്റഡിയിൽ ഞാൻ ഇറങ്ങി. നേരെ പോയി മനുവിനെ പിക്ക് ചെയ്തിട്ട് ഒരു ചായ കുടിക്കാമെന്ന് വെച്ചു. ചായ കുടിച്ചിട്ടിരിക്കും അശ്വിൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ ചായ കുടിച്ച് വെയിറ്റ് ചെയ്തിരുന്നു. അശ്വിൻ്റെ കാർ വന്നു ഗൈസ്. ഹായ് ഗൈസ്. അശ്വിൻ ഡ്രൈവറിനെ കണ്ടു, ഗൂഗിൾ മാപ്പ് അസിസ്റ്റന്റിനെ കണ്ടു, ഒന്നും കൂടെ കണ്ടോ. സോ ഇവിടുന്ന് ഞങ്ങളെല്ലാവരും കൂടെ നേരെ മെറിറ്റ് സെൻ്ററിലോട്ട് വിട്ട് അവിടെ ചേച്ചിയും മനയ്ക്ക് അതിലേക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും കണ്ട ഭയങ്കര സന്തോഷമായി. കുറച്ചായി കണ്ടിട്ട് പ്ലാൻ ചെയ്യുന്നല്ലാണ്ട് നടക്കുന്നില്ലായിരുന്നു. ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിക്കാതെ പറഞ്ഞ് ഇങ്ങോട്ട് നടന്നു. പക്ഷേ നല്ലൊരു സ്ഥലം കിട്ടിയില്ല. ലൈക്ക് ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. സോ അതൊക്കെ ടയേർഡായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എവിടെയെങ്കിലും ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു റീൽസ് എടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ റീൽസൊക്കെ പ്രാക്ടീസ് ചെയ്ത് എടുത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു പുറത്തോട്ട് എവിടെയെങ്കിലും പോയി നോക്കാം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു റെസ്റ്റോറൻറ്റ്സ് തപ്പിയിട്ട്. അല്ലല്ല, അവിടെ സ്റ്റാർബക്സിൻ്റെ അവിടെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ. അതിനെയും ചേച്ചി അനക്കൊക്കെ അവിടെ എത്തിയെന്നാണ് തോന്നുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് കിട്ടിയപ്പോൾ ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്ത് ഇവിടെ എത്തിയിട്ടും റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവർ ഞങ്ങളോട് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുമെന്നൊക്കെ പറയുന്നതല്ലാണ്ട് വാലറ്റ് പാർക്കിംഗ് ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് പെട്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് അകത്തെത്തിയതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് റെസ്റ്റോറൻറ്റ് 10:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യുന്നു. 10 o'clock 10:30 ക്ലോസ് ചെയ്യുമെന്ന് കേട്ടപ്പോൾ ഒരു ചെറിയ വിഷമമായി. ബിക്കോസ് ആ സ്ഥലം ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. കുറച്ച് നേരം ഇവിടെ ഉണ്ടായിരുന്നു, നല്ല സ്പെൻഡ് ആയിരുന്നു. ക്ലൈമറ്റും അത്യാവശ്യം കൊള്ളായിരുന്നു. കുറച്ച് ചൂടുണ്ടായിരുന്നു, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ചൂടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫീൽ ചെയ്ത് അയ്യോ കുറച്ച് നേരം കൂടെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞങ്ങൾ കുഴപ്പമില്ല, ഉള്ള ടൈമിൽ എൻജോയ് ചെയ്തായിരുന്നു. വെള്ളം നനഞ്ഞിട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ചേരം പുറത്തൊക്കെ അങ്ങോട്ട് കയറി. ഫുഡ് വേഗം എടുത്ത് തീർക്കണമല്ലോ എന്നുള്ള രീതിയിൽ. അവിടേക്ക് ഇപ്പോൾ ആരും വിചാരിച്ചു ഓക്കെ എല്ലാവർക്കും വേഗം ഫുഡൊക്കെ എടുക്കാം. ഫുഡെല്ലാം പറക്കി വേഗം എടുത്ത് പ്ലേറ്റിൽ വെച്ചിട്ട് ഒരുമിച്ച് കൊണ്ട് വയ്ക്കാം. പിന്നെ ഫുഡിനായിട്ട് എണീക്കണ്ടല്ലോ, അങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ഫുഡ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാമല്ലോ, നമുക്ക് ബാക്കി അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യം തന്നെ ഫുഡിലോട്ട് പോയി. ഞങ്ങൾ നോർമലി എപ്പോഴും ബുഫറ്റിലാണ് പോകാറുള്ളത്. അപ്പം നോർമലി ഉള്ള ഐറ്റത്തിനേക്കാൾ ഇത് കുറവായിരുന്നു. അപ്പം കണ്ടപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു അയ്യോ ഇത് കുറവാണല്ലോ തോന്നലായിരുന്നു. കുറച്ചും കൂടെ ആവായിരുന്നു. എല്ലാ ഭാഗവും ഇങ്ങനെ വാരി കൂട്ടി വയ്ക്കും. ലാസ്റ്റ്
ടേസ്റ്റ് വൈസ് ഭയങ്കര എമ്മിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെച്ചു ഓക്കെ ഇതാണ് നല്ലത്. ഒരുപാട് ഫുഡ് ഇങ്ങനെ നമ്മൾ കുറേ കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ ഒരു കുറച്ച് ഫുഡ് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും. ബീഫാണെങ്കിലും ഫിഷ് ആണെങ്കിലും ഭയങ്കര ടേസ്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ പാസ്തയും ഒരു ടൊമാറ്റോ സൂപ്പും ഉണ്ടായിരുന്നു. അയ്യോ അതൊട്ടും കൊള്ളില്ലായിരുന്നു. അത് ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ബാക്കി എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞോ ടേബിള്? അറേഞ്ച് ചെയ്ത്. സോ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത ടേബിൾ കാണാൻ പോകും. അയ്യോ സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? പക്ഷെ നോർമൽ എന്തെങ്കിലും ഒരു സ്പൈസ് ഫീൽ ചെയ്യും. എനിക്ക് ഇഷ്ടമല്ല എപ്പോഴും ടൊമാറ്റോ സൂപ്പിന് കിട്ടുന്ന ഒരു ടേസ്റ്റ്. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് ഭയങ്കര യമ്മി ആയിരുന്നു. അതുപോലെ കുറച്ചുണ്ടായിരുന്നെങ്കിലും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഒരു 11:30-40 ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പുറത്തോട്ട് പോയി. ബില്ലൊക്കെ പേ ചെയ്തിട്ട് പുറത്തോട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. പുറത്തോട്ട് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു.
അയ്യോ മറന്ന്, ആക്ച്വലി ഇതൊരു ഫെയർവെൽ ഡിന്നർ ആയിരുന്നു. ആതിര ഈസ് ഗോയിങ് ടു ഓസ്ട്രേലിയ. സോ അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് മീറ്റ് ചെയ്ത് ടാറ്റ ബൈ ബൈ പറയാൻ വന്നതാണ്. ഞാനത് പറയണോ വെച്ച് മറന്നുപോയത് കേട്ടോ. ഇനിഷ്യലി പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ലൈറ്റും ആംബിയൻസിലൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം എന്നുള്ളതാണ്. പക്ഷേ നമ്മളത് ഫുഡിൻ്റെ കാര്യം വരുമ്പോൾ മറന്നു പോകുന്നത് കാരണം ഇത്തവണയും മറന്നിട്ട് കൊടുത്തില്ല. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് പുറത്തിറങ്ങിയിട്ട് കൊടുക്കാം എന്നുള്ള രീതിയിൽ നിന്നു. ഇതൊരു റിങ്ങാ. ആക്ച്വലി കുറച്ച് നാളിന് മുന്നേ മുനീറയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ആ ഗിഫ്റ്റ് കണ്ടപ്പം ആതിര കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് ഡിസൈനൊക്കെ നോക്കി വെച്ചു എന്നുള്ള കാര്യം ഞങ്ങൾ അന്നേ അറിഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ഗിഫ്റ്റ് എന്ത് നോക്കണം എന്നുള്ളത് ആലോചിച്ചപ്പം ഒരുപാട് കൺഫ്യൂഷനൊന്നും ഇല്ലാണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് ഈ സാധനം തന്നെ എടുക്കാൻ പറ്റി. മുനീർ അത് ഓർഡർ ചെയ്തു. കുറച്ച് ദിവസം കൊണ്ട് തന്നെ അത് എത്തുകയും ചെയ്തായിരുന്നു. അങ്ങനെ ഞങ്ങളത് ഗിഫ്റ്റ് ചെയ്തു. സാധാരണ എനിക്കിങ്ങനെ ഗോൾഡ് ഒന്നും ഒരു സാധനം അങ്ങനെ ചേട്ടന്റെ പേര് ഇതിന്റെ റിയാക്ഷൻ കണ്ടില്ല, ഒന്നും കൂടെ ഇടാവോ റിയാക്ഷൻ? സാധാരണ എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ അധികം ഇങ്ങനത്തെ ഒന്നും എനിക്കങ്ങനെ എക്സ്പ്രഷൻ ഒന്നും വരൂല. പക്ഷേ ഇത് ശരിക്കും കരയായിരുന്നു കുറച്ച്. പോകുന്നതിനെ കുറിച്ച് 2 വാക്ക് പറയായിരുന്നു. അല്ലല്ല ഇനി കാണുമല്ലേ അപ്പൊ പറയും 2 വാക്ക്. അന്ന് 2 വാക്ക് ആദ്രയ്ക്ക് ആ ഗിഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഹാപ്പി, അവളും ഹാപ്പി. പക്ഷെ സിദ്ധാർത്ഥ് മോൻ മാത്രം കുറച്ച് വിഷമമുണ്ടായിരുന്നു. കാരണം അതിൽ ഞങ്ങൾ ആദ്രയുടെയും ഹസ്ബൻഡിന്റെയും പേര് മാത്രമേ വെച്ചോളൂ, മോന്റെ പേര് വെക്കാതെ. അതിൽ അവന് നല്ല വിഷമം, അതിൽ കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത മീറ്റ് പ്ലാൻ എങ്ങനെ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ അനഘ പറഞ്ഞു അനഘയുടെ 7th മന്തിൻ്റെ വളകാപ്പ് നമുക്ക് നടത്തണം, ഗ്രാൻഡ് ആക്കണം എന്നൊക്കെ ഉള്ള ഇതായിരുന്നു, ഡിസ്കഷനായിരുന്നു. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് അനഘയുടെ കാറ് വന്നു എന്ന് പറഞ്ഞു. സോ ഇഗെയിൻ ടാറ്റ ബൈ ബൈ പറഞ്ഞ് എല്ലാവരും പോയി.